ഛാന്തോഗ്യ ഉപനിഷത്ത് പഠിപ്പിക്കുന്നത് ഞാനല്ല, എൻ്റെ ഗുരുനാഥനായിട്ടുള്ള തെങ്ങിര വാസുദേവൻ ഗുരുക്കളാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള കാരണം വരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിന്ന് പ്രതിനിധിയായിട്ട് ഞാൻ ഈ വിഷയത്തെ പറ്റി പറയുന്നത്. ഇപ്പോൾ ഈ ഛാന്തോഗ്യ ഉപനിഷത്തിന് പ്രധാനമായിട്ടും പറഞ്ഞതുപോലെ തന്നെ 6-ാമത്തെ അധ്യായത്തിലും ആണ് പ്രധാനമായിട്ട് വേദാന്ത തത്വത്തെ ഉപദേശിക്കുന്നത്. മുമ്പ് ആചാര്യന്മാർ പറഞ്ഞ പോലെ തന്നെ തത്വമസി എന്ന മഹാവാക്യവും ഈ അധ്യായത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പത്രം പ്രസ്താവിക്കുന്ന സമയത്ത് പറയലുണ്ടായി, ഈ ഛാന്തോഗ്യ ഷഷ്ഠാധ്യായത്തിൽ 6 തരത്തിലുള്ള താത്പര്യ ലിംഗങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ 6 എണ്ണം ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വീണ്ടും വിസ്തരിക്കുന്നില്ല. അപ്പോൾ ഈ താത്പര്യ ലിംഗങ്ങൾ നമ്മൾ എന്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രകരണത്തിന് അല്ലെങ്കിൽ ഒരു അധ്യായം അല്ലെങ്കിൽ ചാപ്റ്റർ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഭാഗത്തിന് മൊത്തമായിട്ട് എന്താണ് പ്രതിപാദിക്കുന്ന വിഷയം, അതിൻ്റെ സാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ താത്പര്യ ലിംഗങ്ങളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ സാധാരണമായിട്ടൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, മരത്തിനെ പറ്റിയിട്ടൊരു എസ്സേ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മരത്തിനെ പറ്റിയിട്ടാണ് തുടങ്ങുക. അതിൻ്റെ അവസാനത്തിലും വീണ്ടും അമ്പലത്തിനെ പറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് മരത്തിനെ പറ്റിയിട്ടുള്ള ഒരു എസ്സേ ആണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, തുടക്കത്തിലും അവസാനത്തിലും ഒരേ വിഷയത്തെ തന്നെയാണ് പറയുക. അതേപോലെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം അതിനെ വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു എസ്സേയിൽ തന്നെ, ആ ഒരു ഖണ്ഡികയിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അതിനെ പറ്റിയിട്ടുള്ള വിശേഷാംശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഇത് വായിക്കുന്ന ഒരാൾക്ക് ശരി ഇദ്ദേഹം മരത്തിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത്. എല്ലാ സ്ഥലത്തും നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്യുന്നത് പോലെ ഒരു ഹെഡിങ് കൊടുത്തുകൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു സൂചകങ്ങളെ വെച്ചിട്ടാണ് എന്താണ് ഇതിൻ്റെ താത്പര്യ വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതേപോലെ ഈ താത്പര്യ സൂചകങ്ങളായിട്ടുള്ള ഈ പദാർത്ഥങ്ങളെ പരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്, ഈ 6-ാമത്തെ അധ്യായത്തിൽ മൊത്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതായ വിഷയമാണ് തത്വമസി വാക്യാർത്ഥം എന്ന്. തത്വമസി എന്ന വാക്യം കൊണ്ട് എന്തൊരർത്ഥത്തെയാണോ ബോധിക്കുന്നത് എങ്കിൽ പോലും ഈ താത്പര്യ ലിംഗങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യകത ഈ ഒരു പ്രയോജനം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ പ്രയോജനങ്ങളിൽ ഒന്നായിട്ടുള്ള അഭ്യാസ എന്നൊന്ന് നമ്മൾ കണ്ടു. ഈ അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പറയുക. നമ്മൾ അഭ്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണല്ലോ പ്രാക്ടീസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാമല്ലോ. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്യുക, ഇതാണ് അഭ്യാസം. അപ്പൊ അതേപോലെ ഈ ഷഷ്ഠാധ്യായത്തിൽ തത്വമസി എന്ന വാക്യത്തെ 9 തവണയാണ് ശ്രുതിയിൽ ഉപദേശിച്ചിരിക്കുന്നത്. ശ്വേതകേതുവിൽ തന്നെ 9 തവണ ഇതേ ഉപദേശത്തെ ഐതദാത്മ്യമിദം സർവം തത്സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ എന്ന് ഇതേ വാക്യം തന്നെ 9 സ്ഥലത്തായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 9 തവണ ഇതേ വിഷയത്തെ പറയുമ്പോൾ എന്തിനാണ് നമുക്കതെന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തിലാണ് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള സാരം അടങ്ങിയിരിക്കുന്നത്. ആ വിഷയത്തെ പറയാനാണ് ഈ ഉപനിഷത്ത് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും സൂക്ഷ്മമായ വിഷയത്തെയാണത് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ വാക്യത്തെ നമ്മൾ മഹാവാക്യം എന്ന് പറയുന്നത്. ഈ മഹാവാക്യം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ 4 എണ്ണമേ ഉള്ളൂ എന്നൊരു പ്രസിദ്ധി പൊതുവേ ഉണ്ട്. പക്ഷെ 4 ഉള്ളൂ എന്ന് പറയേണ്ട ഒരു ആവശ്യം ഇല്ല. കാരണം ഈ മഹാവാക്യം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവബ്രഹ്മ ഐക്യത്തെ പറയുന്നതായിട്ടുള്ള വാക്യങ്ങൾ എന്നാണ്. ജീവസ്വരൂപത്തിനും പരമാത്മസ്വരൂപത്തിനും അഭേദമുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള ആ വാസ്തവിക തത്വത്തെ ഏതൊരു വാക്യമാണോ കാണിച്ചു കൊടുക്കുന്നത് മഹാവാക്യം എന്ന് പറയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള മറ്റു വാക്യങ്ങളും
അതിൽ അന്തർഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 4 എന്നുള്ളൊരു സംഖ്യയിൽ നമുക്ക് അത്ര ഒരു ഉദ്ദേശമില്ല. എങ്കിലും ഒരെണ്ണം എന്തായാലും ഉണ്ട് എന്ന അഭിപ്രായത്തിലാണ് 4 മഹാവാക്യങ്ങളെ പൊതുവെ പറയാറ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട മഹാവാക്യങ്ങളായിട്ടുള്ള മഹാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തത്വമസി വാക്യം വരുന്നത്. അത് ഈ 6ാമത്തെ അധ്യായത്തിലാണ് പ്രതിപാദിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉപോദ്ഘാതമായിട്ട് ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിലാണ് ഈ ശ്വേതകേതുവിന്റെ കഥ അവിടെ മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതില് വിദ്യ ആർജിച്ചു എന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടി, എന്നേക്കാളും മുകളിൽ ആരുമില്ല എന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടി തിരിച്ചു വന്നതായിട്ടുള്ള ശ്വേതകേതുവിനെ അത്ര അഹങ്കാരം നന്നല്ല എന്നുള്ളത് ബോധിപ്പിക്കാനും ആ വാസ്തവികമായ തത്വം അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് തന്നെയാണ് ആ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്. അച്ഛനായിട്ടുള്ള ആള് ആ ചോദ്യം ചോദിക്കുന്നത് തന്നെ ആ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. അപ്പോ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതും അച്ഛൻ തന്നെയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ തത്വമസി വാക്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഏതൊരു വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാലാണോ അറിയേണ്ടതായിട്ട് മറ്റൊന്നും അവശേഷിക്കാത്തത്, അറിയേണ്ടതായ പല വസ്തുക്കളും ഉണ്ടാവാം. നമ്മൾ ലോകത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാത്തതായിട്ട് പലതും ഉണ്ടാവാം, ഇനി അറിയേണ്ടതായിട്ടും ഉണ്ടാവും. അപ്പോ ഏതൊന്നിനെ ആണോ നമുക്ക് വാസ്തവത്തിൽ അറിയേണ്ടതായിട്ടുള്ളത്, പാരമാർത്ഥികമായ ആ ഒന്ന്, മറ്റെല്ലാം തന്നെ മിഥ്യയായ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മിഥ്യയായ ഒന്നാണ് എന്നുണ്ടെങ്കിൽ അതിനെ അറിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഫലം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അറിയേണ്ട ഒന്നല്ലാതായി തീരും. അപ്പൊ ഏതൊന്നിനെ അറിയുന്നത് കൊണ്ടാണോ പിന്നെ അറിയേണ്ടതായിട്ട് മറ്റൊന്നില്ലാതാവുന്നത്, ആ വസ്തു എന്താണ് എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ താല്പര്യം. അപ്പൊ ക്രമേണ ഈ അധ്യായത്തില് ജഗത്ത് ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടിയായി വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ ജഗത്തിന് കാരണമായിട്ട് എന്തൊരു വസ്തുവാണോ ഉള്ളത് അതാണ് ബ്രഹ്മം എന്ന് കാണിച്ചു കൊടുത്ത്, അപ്പൊ കാരണത്തിൽ നിന്ന് വേറൊന്നായിട്ട് കാര്യം എന്നൊന്നില്ല എന്ന് ക്രമേണ പ്രതിപാദിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ജഗത്തെല്ലാം തന്നെ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് കാരണമാണ്. പ്രപഞ്ചം, നമ്മൾ കാണുന്നതായ വസ്തുക്കളെല്ലാം തന്നെ കാര്യമായ ഒന്നാണ് എന്ന ആശയം നമുക്ക് ആ 2ാമത്തെ ഖണ്ഡം മുതലുള്ള ഭാഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കാരണമായ വസ്തുവിൽ നിന്ന് വേറെയായിട്ട് കാര്യം എന്നൊരു വസ്തു ഇല്ല എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് മൃദ്ദൃഷ്ടാന്തം കൊണ്ടുവന്നത്. മൃത്തികേത്യവ സത്യം എന്ന് അവസാനിക്കുന്ന ആ മന്ത്രത്തില് കൊണ്ടുവരുന്നത്. അപ്പോ കാരണത്തിൽ നിന്ന് വേറൊന്നായ ഒരു വസ്തു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉദാഹരണത്തെ അതേപോലെ തന്നെ നമുക്ക് ബ്രഹ്മത്തിന്റെ വിഷയത്തിലും യോജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ബ്രഹ്മത്തിന്റെ വിഷയത്തിലും കാരണമായിട്ടുള്ള ബ്രഹ്മം ഒന്ന് മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് വേറൊന്നായിട്ട് പ്രപഞ്ചം എന്നൊന്നില്ല എന്ന ആശയം നമുക്ക് അവിടെ ആ ഒരു ഉദാഹരണം തരുന്നത് കൊണ്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണം തന്ന് ഈ വിഷയത്തെ പ്രതിപാദിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അറിയേണ്ടതായിട്ട് ഇപ്പൊ എന്താ ബാക്കി ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രഹ്മസ്വരൂപം ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിൽ നിന്ന് വേറൊന്നായിട്ട് മറ്റൊരു വസ്തുവും തന്നെ ഇല്ല എന്ന ആശയം അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോ ആ ഒരു വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അറിയേണ്ടതായിട്ട് വേറൊന്നും തന്നെ ഇല്ല എന്നതായി. അങ്ങനെയുള്ള ആ വസ്തുവിനെയാണ് തത്വമസി എന്ന വാക്യം കൊണ്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോ ആദ്യം ചോദിച്ചതായിട്ടുള്ള ആ ചോദ്യത്തിന്റെ തന്നെ ഉത്തരമാണ് തത്വമസി എന്നുള്ളത് പറയുന്നത് എങ്കിൽ പോലും അപ്പൊ ഈ നടുക്കിലുള്ള ഭാഗം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയേണ്ടതായ ആ വസ്തു ബ്രഹ്മം എന്ന് ഞാൻ ഉപദേശിക്കുന്ന ആ ഒന്ന് തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടുക്ക് വരുന്നതായിട്ടുള്ള പ്രപഞ്ച സൃഷ്ടി. അതിന് പല ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. മുമ്പ് ഹരിവന്തൻ മാഷ് പറഞ്ഞ പോലെ തന്നെ സമുദ്ര നദീ ദൃഷ്ടാന്തങ്ങളെല്ലാം തന്നെ ഛാന്തോക്യോപനിഷത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഉദാഹരണങ്ങളെല്ലാം തന്നെ ഈ ഒരു ആശയത്തെ അതില് കൊണ്ടുവരുന്നു. അപ്പോ മൊത്തം അധ്യായത്തിന്റെ ഒരു സാരം ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
അതേപോലെ തന്നെ മറ്റൊരു അംശം ഞാനതിൽ ആ പേപ്പറിന്റെ പ്രസന്റേഷനിൽ ചേർക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അവിടെ രസഹ എന്നൊരു ശബ്ദം വരലുണ്ടായി. ഈ പൃഥ്വിയുടെ രസമാണ് ഗന്ധ എന്നുള്ളത്. അവിടെ രസഹ എന്ന് പറയുന്നതിന് ഉദ്ദേശിക്കുന്ന അർത്ഥം കൂടി അതിൽ നിന്ന് ചേർത്ത് കഴിഞ്ഞാൽ വളരെ നന്നാവുമെന്ന് തോന്നുന്നുണ്ട്. ഈ രസശബ്ദത്തിന് സാരാംശം എന്നാണ് അവിടെ അർത്ഥം. അപ്പൊ അതിന്റെ കാരണമായിട്ടുള്ള സാരാംശം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ രസശബ്ദം പ്രയോഗിക്കുന്നത്. അപ്പോ ഈ പൃഥ്വിയുടെയും സാരഭൂതമായിട്ടുള്ള അതിനും കാരണമായിട്ടുള്ള ഒന്നാണ് ജലം എന്നിങ്ങനെയാണ് അവിടെ രസശബ്ദം ഉപയോഗിക്കുന്നത്. ക്രമേണ എല്ലാത്തിൻ്റെയും രസമായിട്ടുള്ളത് എന്ന അർത്ഥം അവിടെ സൂചിപ്പിക്കപ്പെടും. അപ്പൊ ആ ഒരു ആശയം കൂടി ചേർക്കാവുന്നതാണ്. അത് പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും വളരെ ലളിതമായ രീതിയിൽ ഛാന്തോക്യത്തിന്റെ ലോകത്തിലൂടെ നമ്മളെ നയിച്ച ബ്രഹ്മശ്രീ കെ വൈഷ്ണവ് സാറിന് നന്ദി. ഇനി കടക്കാം മറ്റൊരു ഉപനിഷത്തിലേക്ക്. സ്വാഗതം ചെയ്യുന്നു ഷീജ കൃഷ്ണൻ. കഠോപനിഷത്ത്. നചികേതസിന്റെ ദാർശനിക സംവാദം, ജീവനും മരണമാത്രത്തെ സത്യം വെളിപ്പെടുത്തുന്ന കഠോപനിഷത്ത്. അതിന്റെ ഗൗരവവും ഗാഠവും പങ്കുവയ്ക്കാനും സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ഷീജ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. കഠോപനിഷത്താണ് നമ്മുടെ ആചാര്യ ഗുരുനാഥ ശ്രീമതി ജോസ്നാജി. ആമുഖം. ഉപനിഷത്തുകളിൽ സർവദാ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കഠോപനിഷത്ത്. അത്യന്തം ലളിതവും ഏറ്റവും കാവ്യഭംഗി കൂടിയതുമായ ഈ ഉപനിഷത്ത് കൃഷ്ണ യജുർവേദത്തിലെ കഠശാഖയിൽപ്പെട്ടതാണ്. 2 അധ്യായങ്ങളിലായി 6 വല്ലികളോട് കൂടിയതാണ് ഉപനിഷത്ത്. ആദ്യത്തെ വല്ലിയിൽ ആചാര്യൻ ചെയ്യുന്നത് താൻ നൽകാൻ പോകുന്ന ആധ്യാത്മ തത്വോപദേശങ്ങൾക്ക് മനുഷ്യ സാധാരണമായ ഒരു സംവിധാനം നൽകുകയാണ്. അതിനായി നചികേതസിന്റെ കഥ അവതരിപ്പിക്കുന്നു. ശ്രദ്ധ എന്ന ഗുണം ആവേശിച്ച കുട്ടി യമനെ കാണാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആശ്ചര്യമായ അറിവിനെ കുട്ടിയിലൂടെ ഇവിടെ പകർന്നു നൽകുന്നു. ഗുരുവായ യമൻ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള പാഠം ഈ ചെറിയ ബാലനെ പഠിപ്പിക്കുന്നു. ശാന്തി പാഠത്തോടെ ഈ ഉപനിഷത്ത് ആരംഭിക്കുന്നു. ഓം സഹനാവതു സഹനോ പുനഃതു സഹ വീര്യം കരവാവഹൈ. വളരെ ബലഹീനരായ ഗോക്കളെ ദാനം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ശ്രദ്ധ ആവേശിക്കുകയും അച്ഛാ എന്നെ ആർക്കാണ് ദാനം ചെയ്യുക എന്ന കുട്ടിയുടെ ചോദ്യത്തിന് നിന്നെ യമധർമ്മന് ദാനം ചെയ്യും എന്ന അച്ഛൻ്റെ വാക്ക് പാലിക്കുവാനായി യമപുരിയിലെത്തുന്ന കുട്ടിക്ക് 3 ദിവസങ്ങൾ കണക്കാക്കി 3 വരങ്ങൾ നൽകുന്നതാണ് ഇതിലെ പ്രതിപാദ്യം. ഭൗതിക തലങ്ങളിലൂടെ കടന്ന് ആത്മജ്ഞാനത്തിന്റെ പറുദീസയിലേക്ക് എത്തി എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ആത്മജ്ഞാനം മാത്രമാണ് എന്നുള്ള അറിവിലേക്ക് എത്തിക്കുന്ന ഈ ഉപനിഷത്ത് വളരെ ലളിതവും ആസ്വാദികരവുമാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ജ്ഞാനലാഭത്തിന് വേണ്ടി ഉണരൂ, അജ്ഞാനമാകുന്ന നിദ്ര വെടിയൂ എന്ന പ്രസിദ്ധമായ മന്ത്രം ഉൾക്കൊണ്ട ഈ ഉപനിഷത്ത് ആത്മജ്ഞാനത്തിലേക്കുള്ള മാർഗം തുറന്നു തരുന്നു. ഈ ഉപനിഷത്തിലെ 29 മന്ത്രങ്ങളോട് കൂടിയ 1ാമത്തെ വരിയിലെ വിഷയങ്ങൾ താഴെ വിവരിക്കുന്നു. മന്ത്രം 1 മുതൽ 6ാം മന്ത്രം ഉൾപ്പെടെയുള്ള ഭാഗം. വാചസ്രവസിന്റെ പുത്രൻ ഉത്കൃഷ്ട ഫലങ്ങൾ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ വിശ്വജിത്ത് എന്ന യാഗം ചെയ്ത് തന്റെ സർവസ്വവും ദാനം ചെയ്യാൻ ഒരുങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പുത്രനായ നചികേതസിൽ ശ്രദ്ധ ആവേശിച്ചു. ശ്രദ്ധ എന്നാൽ ശാസ്ത്രങ്ങളിലും ഗുരുവാക്യങ്ങളിലുമുള്ള പരിപൂർണ വിശ്വാസം. ശ്രദ്ധാവാൻ ലഭ്യതയെ ജ്ഞാനം. ശ്രദ്ധ ആവേശിച്ച കുട്ടിയിൽ വെള്ളം കുടിക്കുവാനോ ഒന്നിനും വയ്യാത്ത കറവ പറ്റിയതും ഇന്ദ്രിയശക്തി നശിച്ചതുമായ ചാവാലി പശുക്കളെ ദാനം നൽകുന്ന അച്ഛൻ ആനന്ദമില്ലാത്ത ലോകത്തേക്ക് പോകുമല്ലോ എന്ന ചിന്ത വരുന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്ന നചികേതസ് അച്ഛാ എന്നെ ആർക്കാണ് ദാനം ചെയ്യുക എന്ന് 2ാമതും 3ാമതും ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നിന്നെ ഞാൻ യമനാണ് കൊടുക്കുന്നത്. അച്ഛൻ്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കുവാൻ നചികേതസ് തീരുമാനിച്ചു. 6ാമത്തെ മന്ത്രം അച്ഛനെ സമാധാനിപ്പിക്കുന്നതാണ്. പൂർവികന്മാരായ പിതൃപിതാമഹാദികളും ഇന്നുള്ള സജ്ജനങ്ങളും എല്ലാം സത്യത്തിൽ നിന്നും പിന്മാറാതെ ജീവിക്കുന്നു.
ദേഹാന്തര പ്രാപ്തിയെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അനിത്യമായ ഈ ലോകത്തിൽ സ്വാർത്ഥലാഭത്തിനു വേണ്ടി സത്യധർമാദികളെ ഉപേക്ഷിച്ച് പെരുമാറുന്നത് ഒരിക്കലും യുക്തിയല്ല എന്ന പാഠം ഇതിൽ കാണുന്നു. നിത്യ വിവേകത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു. മന്ത്രം 7 മുതൽ 17 മന്ത്രം ഉൾപ്പെടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്ന അതിഥിയായ ബ്രാഹ്മണൻ വൈശ്വാനരൻ അഗ്നിയെ പോലെയാണ്. അതിഥിയെ വേണ്ട രീതിയിൽ ഉപചരിക്കാതിരുന്നാൽ എല്ലാ പുണ്യവും ഇല്ലാതാകും. അതിനാൽ യമപുരിയിലെത്തിയ ബാലനെ നമസ്കരിച്ചുകൊണ്ട് 3 ദിവസം അന്നപാനാദികൾ കൂടിയില്ലാതെ കാത്തിരുന്ന ബാലന് 3 വരങ്ങൾ യമധർമ്മൻ ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. ഇവിടെ വന്ന് എന്തെങ്കിലും പറയേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കൊന്നും അറിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് ഒന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പോലും ഈ ഒരു വിഷയത്തോടുള്ള ആഭിമുഖ്യവും അത് ആധ്യാത്മികമായ ഒരു സംസ്കാരത്തോടുള്ള ആഭിമുഖ്യവും അത് മാത്രമാണ് ഇങ്ങനെയൊരു കാര്യം ഏറ്റെടുക്കാൻ എനിക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത്. മാത്രമല്ല, സംസ്കൃതം എന്ന് പറയുന്ന മേഖലയിലേക്ക് ഞാനൊക്കെ എത്തപ്പെട്ടത് പോലും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള അഭിനിവേശം കൂടിയാണ് എന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്. ഏതായാലും ശരിക്കും പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ഞാനും ഇത് പഠിക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഞാനൊരു വേദാന്തിയല്ല, വേദാന്തം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയല്ല. സംസ്കൃതം വ്യാകരണം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യാപികയാണ് എന്ന് പറയുന്നത്, ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരിയായ കഥനം എന്ന് തോന്നുന്നു. ഏതായാലും കഠോപനിഷത്ത് പോലെയുള്ള ഒരു ഉപനിഷത്ത് കയ്യിലെടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫലം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുതൽ നമുക്കത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കർമ്മത്തെ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പ്രത്യേകിച്ച് ഈ ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മൃത്യുവിൻ്റെ രഹസ്യത്തെ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കുട്ടി ഒരുപാട് മനുഷ്യ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നു എന്ന് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ നമ്മളന്ന് പറഞ്ഞതുപോലെ ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥത്തെ ചിന്തിച്ചുകൊണ്ടാണ്. അത് ശങ്കരാചാര്യ സ്വാമികളുടെ വ്യാഖ്യാനം വെച്ചുകൊണ്ട് നമ്മൾ അന്ന് വളരെ വിശദമായിട്ട് അത് നോക്കുകയുണ്ടായി. അതൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അംശമാണ്. അതായത് ജ്ഞാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സംഗതിയാണല്ലോ ഉപനിഷത്ത്. ജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് ആർജിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ സാധാരണ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനിയായിട്ടുള്ള സന്യാസിയാവണമെന്ന് ഒരു നിർബന്ധമില്ല. അല്ലെങ്കിൽ അതേപോലെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്യുന്നവരാവണം എന്നൊരു നിർബന്ധമില്ല. ജീവിതത്തിൽ നമ്മളെപ്പോലെ വളരെ ഗൃഹസ്ഥനായിട്ട് ജീവിച്ചുകൊണ്ട് തന്നെ ജ്ഞാനിയാവാൻ സാധിക്കും എന്നുള്ളത് ഇദ്ദേഹം, ഈ നചികേതസിൻ്റെ അച്ഛൻ, തൻ്റെ ഒരു യജ്ഞം അനുഷ്ഠിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഫലം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്ന അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ചാവാളിയായ പശുക്കളെ, അതായത് എന്തെങ്കിലും ദാനം ചെയ്യുക എന്നതിന് എന്തെങ്കിലും ദാനം ചെയ്താൽ മതി എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ
ചാവാടിയായ പശുക്കളെ ദാനം ചെയ്യുകയും ഇത് ശരിയല്ല എന്ന് കണ്ടു നിൽക്കുന്ന മകൻ മനസ്സിലാക്കുകയും തൻ്റെ അച്ഛനെ രക്ഷിക്കേണ്ടത് എൻ്റെ കൂടി കർത്തവ്യമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ അച്ഛൻ ചെയ്യുന്ന ഈ തെറ്റായ ദാനത്തിൽ നിന്ന് അച്ഛനെ രക്ഷപ്പെടുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ചിന്തയോടുകൂടി ശ്രദ്ധ ഈ കുട്ടിയെ ആവേശിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ശാസ്ത്രേഷു ഗുരുവാക്യേഷു സത്യബുദ്ധ്യവധാരണ സാ ശ്രദ്ധാ കഥിതാ സദ്ധി യയാ വസ്തുപലഭ്യത. ഈ ശ്രദ്ധ, അതായത് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും സംശയരഹിതമായിട്ടുള്ള ഒരു സത്യബുദ്ധി അവധാരണം, അതാണ് അത് അങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിനെയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ജീവിക്കാൻ ഉള്ള ഒരു മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഈ ശ്രദ്ധയാണ്. അപ്പൊ ശ്രദ്ധ ആവേശിച്ച ഈ കുട്ടിയെ സംബന്ധിച്ച് അയാൾ വളരെ ഫോക്കസ്ഡ് ആണ്. എന്താണ് അയാൾക്ക് വേണ്ടത് എന്ന് കൃത്യമായിട്ട് ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭഗവത്ഗീതയൊക്കെ പറയുന്നത് പോലെ ഈ ലോകത്ത് സകല ജീവജാലങ്ങളും കർമ്മം അനുഷ്ഠിക്കുന്നു അല്ലേ. സസ്യങ്ങൾ വിടരുന്നു, സസ്യങ്ങൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. അതുപോലെ സൂര്യൻ സമയാസമയം ഉദിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, സൂര്യൻ്റെ ചൂട് കൊണ്ട് ഈ നദിയിലുമൊക്കെയുള്ള വെള്ളം നീരാവിയായിട്ട് മേലോട്ട് പോയി അതിനവിടെ നിൽക്കാനുള്ള അവകാശം ആകാശം നൽകുന്നു. ഈ ആകാശം ഉണ്ടായ മേഘം സമയം ആവുമ്പോൾ വർഷയായിട്ട് താഴോട്ട് ചൊരിയുന്നു. ഇങ്ങനെ അതാതിൻ്റെ പ്രവൃത്തി. ഇതിലേക്ക് ആരെങ്കിലും ഒന്ന് ആരുടെയെങ്കിലും പ്രശംസയോ നിന്ദയോ ഒന്നുമില്ലാതെ ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളും തൻ്റെ കർത്തവ്യം വളരെ കറക്റ്റായിട്ട് അനുഷ്ഠിക്കും. പക്ഷെ മനുഷ്യന് മാത്രം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ഒരു, ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു സാലറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപാധി കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർത്തവ്യം ഇത്ര നന്നായി, അങ്ങനെ നന്നായി, അയാൾ അങ്ങനെയാണ്, അയാൾ അങ്ങനെയാണ്, കുറേ അങ്ങോട്ട് പുകഴ്ത്തി, ഇതൊക്കെയാണ് നമ്മളെ പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കുന്ന അംശം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്ന കർമ്മത്തെ വളരെ മനോഹരമായിട്ട് അനുഷ്ഠിക്കാനുള്ളതാണ് ഈ ശരീരം. ഇത് എൻ്റെ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യമാണ്. തന്നെയല്ല, ഈ ശരീരം കൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് അനുഷ്ഠിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം കർമ്മം അനുഷ്ഠിക്കുന്നവന് തന്നെയല്ല, അതിൻ്റെ ഫലം എന്തെങ്കിലും ആവും, എന്തു തന്നെ ആയാലും ഈ ലോകത്തുള്ള ജീവജാലങ്ങൾ എങ്ങനെയാണോ കർമ്മം അനുഷ്ഠിക്കുന്നത് അതുപോലെ ഞാനും കർമ്മം അനുഷ്ഠിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യന് ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നതുകൊണ്ട് പറയാണ്, പൂർണ്ണത്രയീശന്റെ വിഗ്രഹം ഉണ്ടാക്കിയ മൂശാരി പൂർണ്ണത്രയീശന്റെ വിഗ്രഹത്തിൽ അലിഞ്ഞു ചേർന്ന് വന്നു. അതായത് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിൻ്റെ കർമ്മവും അദ്ദേഹത്തിൻ്റെ ആ ഉണ്ടാക്കിയ ആളും ഒരാളായി മാറിയിരിക്കുന്നു. അതായത് കർമ്മം അവനവനിൽ നിന്ന് വ്യത്യസ്തമല്ലാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയേറെ മനോഹരമായി അയാൾ ആ കർമ്മം നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കർമ്മനിർവഹണത്തിൻ്റെ ഒരു വല്ലാത്ത പാഠം ഈ ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ വളരെയധികം പ്രചോദനങ്ങൾ, അതായത് ഒരുപാട് പ്രലോഭനങ്ങൾ നമ്മളുടെ തേടി വരും എന്നുള്ളത് സത്യമാണ്. അതാണ് പറഞ്ഞത്, ഒരാളെ കുറിച്ച് വലിയൊരു പൊസിഷൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഈ കാര്യം ഇങ്ങനെ ചെയ്യണം. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത് മുഴുവൻ അതാണ് അല്ലെ. ഇത്രയും വലിയൊരു പൊസിഷൻ നിങ്ങൾക്ക് ഞാൻ തരാം, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ധനം ഞാൻ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കാം, നിങ്ങളെ എന്തൊക്കെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം തരാം, ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ധനം ഞാൻ തരാം, നിങ്ങളിത് ചെയ്യൂ, നിങ്ങളത് ചെയ്യൂ. അതായത് ചെയ്യാൻ പാടില്ലാത്തത് എന്താണോ അത് ചെയ്യാനുള്ള പ്രേരണ, ബാഹ്യമായ പ്രേരണ ഒരു മനുഷ്യനെ എപ്പോഴും പിന്നാലെ കൂടിയിരിക്കുമ്പോൾ ഇതൊന്നുമല്ല എൻ്റെ സ്വത്വം എന്ന് പറയുന്നത്.
ഇങ്ങനെ ഈ സാധനം വാങ്ങി ഈ പൊസിഷൻ വാങ്ങിക്കൊണ്ട് എൻ്റെ പ്രവൃത്തിയിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു ധാർമ്മിക അവബോധം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു സംഗതിയാണ്. അത് ഈ ഭവിഷ്യത്ത് വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുന്നു. കാരണം ഈ കുട്ടികൾ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ആനയെ തരാം, കുതിരയെ തരാം. അന്നത്തെ കാലഘട്ടത്തിലുള്ള ധനം എന്ന് പറയുന്നതൊക്കെയാണ്. ഇഷ്ടംപോലെ സ്വർണം തരാം, ഇഷ്ടംപോലെ വെള്ളി തരാം, ഇഷ്ടംപോലെ എന്ത് വേണമെങ്കിലും, എന്തിന് എല്ലാ മനുഷ്യനും മനുഷ്യൻ ജീവിക്കുന്ന എന്തിനാണ്? ഏറ്റവും കൂടുതൽ പേടിക്കുന്ന എന്തിനാണ്? മരണത്തെയാണ്. അതായത് നമ്മളൊക്കെ മരിക്കും എന്ന അവസ്ഥയിൽ, അതായത് ഒരാൾ മരണക്കിടക്കയിൽ ഇനി നാളെ ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയിൽ അസാധ്യമായ ഒരു വിരക്തി വരും. ആ വിരക്തി, അതായത് അന്നപ്പോൾ അവന് സ്വർണം കൊണ്ടു കൊടുത്താൽ അല്ലെങ്കിൽ വേറൊരു സാധനം കൊണ്ടു കൊടുത്താൽ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന വകതിരിവ് നമുക്ക് വരുന്ന എപ്പോഴാണ്? ഇനി ജീവിക്കാൻ ഒരു മാർഗമില്ല എന്ന് വിചാരിച്ച് മേലോട്ട് നോക്കി കിടക്കുന്ന അവസ്ഥയിൽ മാത്രമാണ്. ആ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ആ വൈരാഗ്യം സമ്പാദിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും, അതായത് വളരെ ഭംഗിയായിട്ട് നമ്മളെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോഴും ഈ വൈരാഗ്യത്തിലേക്ക് മനസ്സിനെ നയിച്ചുകൊണ്ട്, അതായത് വൈരാഗ്യം വരണമെങ്കിൽ വൈരാഗ്യമുള്ള ആൾക്ക് മാത്രമേ പ്രലോഭനങ്ങളോട് വശപ്പെടാതിരിക്കാൻ സാധിക്കൂ. അതൊരു വൈരാഗ്യം തന്നെയാണ്. കാരണം ഇതല്ല, എന്തുകൊണ്ട് എനിക്ക്, നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്ക് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടും, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതിൻ്റെ എന്താ നരകത്തിൽ പോയി വീഴും, നീ എങ്ങനെ ചെയ്യാൻ പാടില്ല, നരകത്തിൽ നിന്നെ രക്തത്തിൻ്റെ പുഴയിലൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു പുസ്തകം വായിച്ചിട്ട് കിട്ടുന്ന അറിവായിരുന്നില്ല നമുക്ക്. അതായത് നമ്മുടെ മുത്തശ്ശിമാരോ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരോ നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അധാർമികതയിൽ നിന്ന് തിരിച്ചു നിർത്താൻ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവിടെയാണ് ഈ ഉപനിഷത്ത് പോലെയുള്ള ഏത് ഉപനിഷത്ത് എന്നുള്ള ഒരു സംഗതി പഠിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ധാർമ്മികമായ ജീവിതത്തിലൂടെ വൈരാഗ്യം സമ്പാദിച്ചുകൊണ്ട് അവനവന്റെ ആത്മസത്തയെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ സത്തയിലേക്ക് നമ്മുടെ സ്വന്തം സത്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു ബുദ്ധി, അതായത് ആരാണ് ശരിക്കും പറഞ്ഞാൽ ധീരൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ധീരനായിട്ടുള്ളവന് മാത്രമേ ഈ തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വശപ്പെടാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ധിയം രാതി ധിയം ഈരയതി എന്നൊക്കെയാണ് ഈ സാധനത്തിന്റെ നിഷ്പത്തി പറയുന്നത്. അതായത് എന്ന് ചോദിച്ചാൽ, അതായത് ബുദ്ധിയെ കൊടുക്കുന്നവൻ. എന്താണ് ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ? ധീരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർതൃഹരി പറയും, നിന്ദന്തു നീതി ഗുണ യതിവാ സ്തുവന്തു ലക്ഷ്മി സമാവിശതു ഗച്ഛതുവാ യഥേഷ്ടം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീതി ഗുണന്മാർ നിന്ദിക്കട്ടെ, പഴിക്കട്ടെ, അല്ലെങ്കിൽ അവർ സ്തുതിക്കട്ടെ, ഇതൊക്കെ ആണെങ്കിലും എന്താണ്? ന്യായപഥ പ്രവിചലത്തി പതിർന്ന ധീര, ന്യായമായ മാർഗത്തിൽ നിന്ന് അല്പം പിഴയ്ക്കാത്തവരാണ് യഥാർത്ഥമായിട്ടുള്ള ധീരൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഉപനിഷത്തൊക്കെ ഇത് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കും. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് ഉപനിഷത്ത് പഠിക്കുന്നതിൻ്റെയും പ്രാധാന്യം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്ത് ഇതിൽ പറയുന്ന വിഷയം എന്ന് പറയുന്നത് മരണത്തിൻ്റെ രഹസ്യം. നമ്മൾ ഒന്നാമത്തെ വല്ലി മാത്രമേ ഇതുവരെ പഠിച്ചു തീർന്നിട്ടുള്ളൂ. മരണത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അത് അനുഭവൈകവേദ്യമായ ഒരു സാധനമാണ്. പക്ഷെ എന്നാൽ പോലും ഈ മരണം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് ചിലർ പറയുന്നു, ചിലർ ഇല്ല എന്ന് പറയുന്നു. ഇത് ഏതാണ് ശരി എന്നാണ് ഈ കുട്ടി ചോദിച്ചത്. അതായത് നമ്മളുടെ അത് ശരിക്കും പറഞ്ഞാൽ സ്ഥാപിക്കാൻ ഭഗവത്ഗീത പറയുന്നു. ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ വളരെ കുട്ടിയായിട്ട് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നു, മധ്യവയസ്സിലേക്ക് പ്രവേശിക്കുന്നു, വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. കുഞ്ഞായിട്ട് അമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന കുട്ടിയുടെ അവസ്ഥയിൽ നിന്ന് നമ്മൾ യൗവനത്തിൻ്റെ അല്ലെങ്കിൽ ഓടി നടക്കുന്ന ഒരു പ്രായത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുട്ടി വിചാരിക്കുകയാണ്, എനിക്ക് ആ കുഞ്ഞായ അമ്മയുടെ മുലപ്പാല് കിടക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. ഇല്ല, ഉറപ്പാണ്, നമുക്ക് സാധിക്കില്ല. യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് കുട്ടിയായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? കുട്ടി എന്നുള്ള അവസ്ഥ മരിച്ചിരിക്കുന്നു, യൗവനം എന്നുള്ള അവസ്ഥ മരിച്ചിരിക്കുന്നു. യൗവനം മരിച്ചിട്ടാണ് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. വാർദ്ധക്യം അപ്പം ഈ ഓരോ സന്ദർഭത്തിൽ നമ്മൾ എന്ത് പറയാറില്ല?
ഇതൊന്നും മരണം എന്ന പദം കൊണ്ട് നമ്മൾ രേഖപ്പെടുത്താറില്ല. തന്നെയല്ല, ഈ കുഞ്ഞായ അമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന അവസ്ഥയിലുള്ള ഞാൻ എന്നുള്ള ഭാവത്തിന് എത്ര വലുതായാലും, അതായത് മരണക്കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയിൽ ആ ഞാൻ എന്ന് പറയുന്ന സാധനത്തിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അല്ലെ, നമ്മുടെ ഉള്ളിൽ ആ ബോധമുണ്ട്. ഞാൻ തന്നെയാണ് ഈ ഞാൻ. പക്ഷെ നമ്മുടെ ശരീരം അടിമുടി മാറിയിരിക്കും. അല്ലെ, നമ്മുടെ ശരീരത്തിന് അങ്ങനെ ചേഞ്ച് വന്നിരിക്കുന്നു. ആദ്യമായിട്ട് ശരീരമൊക്കെ മരിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ വൃക്ക മാറ്റി വയ്ക്കുന്നു, അല്ലെ, ഇതിനുള്ളിലുള്ള സാധനങ്ങൾ മൊത്തം മാറ്റി വയ്ക്കുന്നു. എന്നാലും ആ ഞാനല്ല ഈ ഞാൻ എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എന്ന് പറയുന്ന വസ്തു ഈ പുറത്ത് കാണുന്ന മജ്ജയും മാംസവുമുള്ള ഈ ശരീരമല്ല, മറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ കാരണ ശരീരം, സൂക്ഷ്മ ശരീരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശരീരങ്ങൾ അടുത്ത ജന്മത്തെ നിശ്ചയിക്കാൻ നമ്മളുടെ ക്വാളിഫിക്കേഷനായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ അതിനെയൊക്കെ ചിത്തശുദ്ധി കൈവരുത്തേണ്ടത് ഒരു വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കർമ്മം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ ചിത്തശുദ്ധി കൈവരിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം വരാനുള്ള ഒരു ആർജവം, അതായത് അത്രയേറെ ഭഗവാനിൽ അലിഞ്ഞു ചേർന്നാൽ മാത്രമേ അത് സാധിക്കൂ. അതായത് വെറുതെ ഭഗവാനെ വിളിച്ചുകൊണ്ട് കാര്യമില്ല. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിളിയായിരിക്കും. അങ്ങനെയുള്ളവർ ഒരിക്കലും ഈ സ്വർണ്ണം കത്താനോ അല്ലെങ്കിൽ വേറൊരു സംഭവത്തിനൊന്നും സാധിക്കില്ല. അത്തരം വിഷയങ്ങളിലേക്കൊന്നും നമുക്ക് അത് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു ജീവിതത്തിൻ്റെ സത്യസന്ധമായ വസ്തുതയിലേക്ക് നമുക്ക് തിരിയാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഉപനിഷത്തുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു ലേഖനം എഴുതിയത് എനിക്ക് തോന്നുന്നു ഉപനിഷത്ത് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അർത്ഥവും കൂടി അല്പം വ്യക്തമാക്കാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പിന്നെ എല്ലാ ഉപനിഷത്തുകളും പഠിക്കുമ്പോൾ ഉള്ള ഈ ശാന്തി മന്ത്രം ചൊല്ലണം എന്നൊക്കെ അതിൻ്റെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഏതായാലും ശാന്തി മന്ത്രത്തെയൊക്കെ സമയവും നമ്മൾ ക്ലാസ്സിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു അവസരം തന്നതിനും അതുപോലെ എനിക്കും നിങ്ങളെ പോലെയുള്ള കുറേ പേരോട് കൂടി ഇത് പഠിക്കാനുള്ള ഒരു അവസരം കൂടി തന്നതിനും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു.